പുളി കൂടാൻ പോകുന്നു. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇതിപ്പോൾ പുളിങ്ങ ഞാൻ പൊതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് അരച്ച് കൊണ്ടുവന്നു. ഇതെനിയിപ്പം പിഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ഒഴിക്കണം. കണ്ട ഇതേപോലെ അരച്ചിങ്ങെടുത്തു. അരച്ചിങ്ങെടുത്തിട്ട് ഇനിയിപ്പോൾ ഇത് പിഴിഞ്ഞിട്ട് ഈ പാത്രത്തിൽ ഒഴിക്കുക. ആദ്യം അതാ ചെയ്യേണ്ടത്. നരച്ച് ഇനിയും അത് മുറിച്ച് വെച്ചിട്ട് ആക്കാം. അതിന് ഇത് തിളക്കുമ്പോഴേക്ക് മുറിച്ചാൽ മതിയല്ലോ. ഇത്തിരി എനിക്ക് സമയമില്ല. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇതേപോലെ അരച്ചിത്. നല്ല നല്ല പുളി, പുതിയ പുളിയാണ്. അതുകൊണ്ട് കളറുണ്ട്, കറുപ്പൊന്നുമില്ല. ഇതേപോലെ ഇങ്ങനെ അരിച്ചിട്ട് ഒഴിക്കുക. അത് ഇതിൻ്റെ പശ തേച്ചും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അരച്ചിട്ട് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ കണ്ടല്ലോ പകുതി അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും പുളി. ഇതാകുമ്പോൾ കൊഴുപ്പും കിട്ടുമല്ലോ കൂടുതൽ. അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഉണ്ടല്ലോ ഇതേപോലെ വെള്ളമാക്കിയിട്ട് അരക്കുക. അരച്ചിട്ട് എടുത്ത് ഇത് അരിക്കണം. ഇങ്ങനെ കൈവച്ച് അരിച്ചാൽ മതി. അരിപ്പയിൽ അരിക്കുന്ന ആൾ അരിപ്പയിലായിരിക്കും. അരിപ്പയിലൊന്നും വേഗം പൂര. അതുകൊണ്ടാണ് കൈവച്ചരിക്കുന്നത്. ഇനി അഥവാ ഒരു തരിയൊന്നും ആയിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇതേപോലെ ഇടാ. ഇത്ര പുളിങ്ങുള്ളൂ. പക്ഷെ അത് പൊതിർത്ത് നോക്കുമ്പോൾ നല്ല വഴക്കത്തുണ്ട്. ഉണങ്ങിയതിന് ഒരു 50 ഗ്രാം പുളി എടുത്തു ഞാൻ. എത്രയാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് പുളിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. നാരങ്ങക്കറി വെക്കാൻ നിങ്ങൾക്ക് അറിയല്ലോ. അതുപോലെ തന്നെ ഈ പുളി നിങ്ങൾ പാകത്തിന് എടുക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന പാകത്തിന് പുളിങ്ങി എടുക്കുക. എത്രയാണ് നാരങ്ങക്കറി ഉണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് പുളിയും മുളകും കണക്കായിട്ട് നല്ലപോലെ എരിവ് വേണം. എരിവ് വേണ്ടുന്നവർക്ക് വേണ്ടും പോലെ ഇടാം. നമുക്കിവിടെ കുറച്ച് എരിവേ വേണ്ടു. എന്നാലും ഞാനിപ്പം ഇത് മാത്രം പോരാ. എന്താ ഇതിപ്പോൾ പുളി പിഴിഞ്ഞിട്ട് ഇതിൽ ഒഴിച്ചു വെച്ചു. ഇനിയിപ്പം ഇതിലെന്തല്ല വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ മഞ്ഞപ്പൊടി വേണം. ഇത് മഞ്ഞപ്പൊടിയാണ്. ഇത് മുളക് പൊടിയാണ്. ഇതിപ്പം വെല്ലം കൂടി വേണമെന്ന് ഞാൻ വെല്ലം എടുക്കട്ടെ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഈ വെല്ലം ഇതേപോലെ എത്ര ഇടുന്ന വെച്ചാൽ നമുക്ക് വേണ്ടുന്ന മധുരം ഇട്ടോളാം. ഞാനിപ്പോൾ ഈ ഒരാണി വെല്ലം ഇടുന്നു, അത്രയും ആക്കുന്നില്ലോ. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് കൊണ്ട് വേണം തന്നെ ഇടുന്നു. ആദ്യം തന്നെ ഇടുന്നു. ഈ ഫസ്റ്റ് തന്നെ ഇടുന്നുണ്ട്. കണ്ടില്ലേ? ഈ ഒരാണി വെല്ലയിലിട്ടു. പിന്നെ ഇതിൽ മുളക് പൊടി പാകത്തിന് മുളക് പൊടി ഇടുക. ആ വെല്ലം അരിയേണ്ട സമയം കൊണ്ട് ഇത് ഇളക്കുമ്പോഴേക്കും അത് അലിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. നേരത്തെ ഇടുന്നത്. രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള മുളകാണ്. കാശ്മീരി അല്ല. കാശ്മീരി ആണെങ്കിൽ കുറച്ച് മുഴുവൻ പിന്നെ അത്രേ വേണ്ടു. പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു മതി. പാകത്തിന് ഇട്ടോളൂ. അതിന് വേണ്ടുന്ന അത്ര നിങ്ങൾക്ക് വേണ്ടുന്ന അത്ര ഇടുക. എന്നിട്ട് ഇത് ഇളക്കിയിട്ട് അതിന് വീഴുന്ന ഇളക്കിയിട്ട് ഇത് അടുപ്പത്തട വെക്കുക. അടുപ്പത്തട വെക്കുമ്പോഴേക്ക് നമ്മളെ നാരങ്ങ മുറിച്ചിട്ട് ആക്കാം. വേണ്ടില്ലേ? ഇതിവിടെ അടുപ്പത്ത് വെച്ചു. അതിന് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പുളി പിഴിഞ്ഞ് ഒഴിക്കാനുണ്ട്. ഇതിൻ്റെ അകത്ത് പുളി നോക്കിയിട്ട് വയ്യാതെ തേച്ചും പിഴിഞ്ഞ് ഒഴിക്കുക. നല്ല വൃത്തിയിൽ ഒഴിക്കുക. അതവിടെ പൊതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ മുറിക്കുക. ഇതിപ്പോൾ ഇങ്ങനെ തോല് പൊളിച്ചിട്ട് ഇങ്ങനെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ എല്ലാം ഇത് ഞാനിതൊന്നും കളയലൊന്നുമില്ല. വീണ കളയാൻ നേരമുള്ള വിട്ട് കളയാം. ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല. എല്ലാം ഇതിൻ്റെ തന്നെ ഇടുക. ഇതിന് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം ഇതേപോലെ ഇതുപോലെ നേർങ്ങനെ അരിഞ്ഞിട്ടിടുക. നേർങ്ങനെ അരിയുക. എന്നിട്ട് ഇനി ഇത് കുറുങ്ങനെ മുറിക്കണം. അത് അരിഞ്ഞാൽ മതി. ഇത് അരിഞ്ഞിട്ട് അടിയിലേക്ക് നടുക്കേ കൂടി കീറിയാൽ മതി. 2-3 കീറിലാക്കിയ ഒറ്റ മുറിക്ക് തന്നെ പോകും. ഞാൻ പിന്നെ ഇനി ഇത് ആയിട്ടാകുമ്പോൾ ഒന്ന് മുറിക്കാന്ന് വെച്ചിട്ടാ. ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടാകുമ്പോൾ നമ്മൾ ഇതേപോലെ ചെറുങ്ങനെ അരിഞ്ഞിടുക. ഇതെങ്ങനെ അങ്ങനെ തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. വേവും, നല്ലപോലെ വേവും. തിളക്കുമ്പോഴേക്ക് തന്നെ നല്ല ശരിക്കും ഉണ്ട്. നല്ല ഇതാവും. നമുക്ക് തിന്നാനും നല്ല രസമാണ്. ഇതിൻ്റെ തോല് കരിക്ക് കൂട്ടുമ്പോൾ നല്ല രസമാണ്. ഇതിനിപ്പം ഇത് ഞാൻ ഇങ്ങനെ കീറുവേ. എന്നാൽ അങ്ങനെ മുറിക്കണ്ട. ഇങ്ങനെ 2 കീറലാക്കി കീറിയാൽ ഇതേപോലെ ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല. ഇതിപ്പം കൊണ്ടില്ലേ? ഇപ്പം ഇതുപോലെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പം നാരങ്ങ 1 കിലോ ഇടക്ക് നാരങ്ങക്കറി കൂട്ടണം തോന്നിക്കുക. നമ്മൾ മറ്റേ നാരങ്ങേനെ കാട്ടി ടേസ്റ്റ് ചെയ്താണ്.
പിന്നെ നാരങ്ങ മാതൽ നാരങ്ങ വെച്ച കറി ഉണ്ടല്ലോ, ആ കറീനെക്കാട്ടിയും ടേസ്റ്റ് ചെയ്താണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇതാകുമ്പോൾ ഏത് സമയത്ത് നമുക്ക് വെക്കണം തോന്നിക്കഴിഞ്ഞാൽ ഒരു കിലോ അര കിലോ നാരങ്ങ വാങ്ങിയാൽ നമുക്കൊരു കറിയായി ഒരാഴ്ചത്തേക്ക്. ഇത് എല്ലാം നമുക്ക് ദോശക്കെല്ലാം അരച്ചപാടുള്ള ദോശക്കെല്ലാം നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ അരച്ചിട്ട് ചുട്ട ഉഴുന്നൊന്നും കൂട്ടാതെ കൊണ്ട് അരച്ചിട്ട് നമ്മൾ ദോശ ഇടുന്നുണ്ടല്ലോ, അരി മാത്രം, അരിയും ചോറെല്ലാം കൂട്ടിയിട്ട്, ആ ദോശക്കും നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെറുങ്ങനെ അരിഞ്ഞിട്ട് അതങ്ങനെ നീളത്തോടെ വന്നില്ല, അതുകൊണ്ടാണ് കഷ്ണം ആയതുകൊണ്ടാണ്, ശരിക്കും പൊളിച്ചിട്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ആക്കാനായി. ഇനിയിപ്പോൾ ഇതിലേക്കൂടി ഇങ്ങനെ ചെറുങ്ങനെ അരിഞ്ഞു തരാൻ മതി. നാരങ്ങക്കറി തിളക്കാൻ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ആ വെല്ലം അലിഞ്ഞു കിട്ടാനാണ് പ്രയാസം. വെല്ലം മണ്ണുള്ള വെല്ലം ആയതുകൊണ്ട് കുറേ സമയം വേണം പിടിക്കും അത് അടിയെ. അത് തിളച്ചെല്ലാം ആകുമ്പോഴേക്ക് പാകത്തിന് ആയിക്കോളും. ഇനി വെല്ലം പോരാന്ന് മധുരം കുറവാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഇത് നല്ല ഇത് വേണ്ട. ഇത് ഞാൻ മുറിച്ച് കഴുകിയിട്ട് ഇവിടെ വെച്ചു. ഇനിയിപ്പം ഇത് ഈ ഒരു മുളകേ ഇടുന്നുള്ളൂ, ഒരു മുളക് ഇടാൻ അങ്ങനെ കൂടുതൽ എരിവായിപ്പോൾ, അതുകൊണ്ട് ആ ഒരു മുളകും കൂടി മുറിക്കട്ടെ. ഈ ഒരു മുളക് ഇതിപ്പം എരിവായി പോകും, അതുകൊണ്ട് കൂടുതൽ ഇടുന്നില്ല. ഇടുന്നത്രയാണ് നിങ്ങൾക്ക് പച്ചമുളക് എത്ര ഇടുന്നു വെച്ചാലും ഇടാം. നമ്മൾ ഇതന്നെ ഞാൻ ജാസ്തിയാണ് ഇടുന്നത്, ഇത്രയും ഞാൻ ഇടലില്ല. പിന്നെ എരിവ് ജാസ്തിയായാലും ഇവിടെ കൂട്ടാൻ ആളുണ്ടാവില്ല. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ ഇട്ട് കഴിയും. ഇനിയിപ്പം ഇതിപ്പം ആയില്ല, വെള്ളം ആയില്ല. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇതിനകത്ത് ഇടണം. പിന്നെ കുറച്ച് ഉലുവ, ഈ ഉലുവ എന്നാ വേണ്ടിച്ചാൽ കുറച്ച് വറക്കുക, അത് വറക്കണം കുറച്ച്. ഇത് കുറച്ച് വറക്കട്ടെ, ഇത് വറക്കട്ടെ. ഇത് വറുത്തിട്ട് പിന്നെ ഇത് 2 മണിയെ വറക്കണ്ട്, കൂടുതൽ വേണ്ട. ഒരു നുള്ളു ഉലുവ എടുത്തിട്ട് അത് വറക്കുക. അത് വറുത്തിട്ട് അത് പൊട്ടിയിട്ടാകുമ്പോൾ നമുക്കത് പൊടിച്ചിട്ടിടാം. സാധാരണ ഞാൻ പൊടിക്കാണ്ട് ഇല്ല. ഇനിയിപ്പം ഇത് വറുത്തിട്ട് ഇത് പൊടിച്ചിട്ട് നമുക്ക് അതിൻ്റെ അപ്പുറം ഇടാം. വറുത്തു. ഇപ്പം പൊടിച്ചിട്ട് ഇതിനകത്ത് നമുക്ക് പൊടിച്ചിട്ടിടാം. ഇതിവിടെ ഇത് വറുത്ത് പൊടിച്ച് വേണം ഉലുവ, ഇത് പച്ചമുളക് മുറിച്ച് വെച്ചു, ഇത് കരിവേപ്പില. ഇനിയിപ്പോൾ ഈ നാരങ്ങ ഇതിനകത്ത് ഇടും തന്നെ വേണ്ട, ഇത് ഇതിനകത്ത് ഇട്ടു. ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് കുറച്ചും കൂടി ഇത് പുളിയാക്കാം. വേണ്ട, പുളി വേണ്ട, ഇത് മതി. കണ്ടില്ലേ, ഇതേപോലെ കുറച്ചും കൂടി ഇതിട്ടു. ഇതിനിപ്പം തിളക്കുക വേണ്ട. അപ്പോഴൊക്കെ ഈ മുളകും അല്ല ഈ പച്ചമുളകും ഇട്ടു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഈ ഉലുവയും കൂടി ഇട്ടു. ഇതിനകത്ത് ഉലുവ കുടിച്ചിട്ട്
അത്രേ ഉണ്ട്. ഉലുവ 2 മണിയുണ്ട്. കൂടുതൽ ഇട്ടാൽ കയ്പ്പ് ഒരു കയ്പ്പ് വരും. ഉലുവേൻ്റെ കയ്പ്പ് വരും. അന്നേരം അത് ടേസ്റ്റ് കുറയും. 2 മണി ഒക്കെ നുള്ളുന്നു. എത്രയാണെന്ന് നിങ്ങൾക്ക് വീടുന്നത്ര അതിൻ്റെ രുചി വീടുന്നത്ര ഉള്ളവർ അതിൻ്റെ ഉപ്പും കൂടി ഇട്ടേ. ഉപ്പ് ഈ നാരങ്ങക്ക് എത്ര ഉപ്പിട്ടാലും ഉണ്ടാവില്ല എന്നാ പറയുക. നാരങ്ങക്ക് ഉപ്പിട്ടാലും ഉപ്പേറിയൊന്നും മക്കൾക്ക് അമ്മമാർക്ക് മക്കളേറിയൊന്നും വരില്ല എന്നുള്ള പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ നാരങ്ങക്ക് നമ്മൾ സാധാരണ കടിക്കിടും പോലെ ഉപ്പിട്ടാൽ പോരാ, കൂടുതൽ നോക്കിയിട്ടുണ്ട് വരും. ഞാൻ ഇത് എന്തുണ്ട് നോക്കട്ടെ. ആയിഷ് നല്ല കണ്ടീഷനായിന് കേട്ടാ. നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റായിന്. കുറച്ചും കൂടി ഉപ്പിടാം. അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഉണ്ടല്ലേ ബന്ധു വേണമെങ്കിൽ വേകാൻ പോകുന്നു. ഇനിയിപ്പോൾ ഇത് ഞാൻ ഇതിൽ ഇടട്ടെ. ഇല്ല ഇനിയിപ്പോൾ ഇതായി ഏകദേശം ഇതായി പാകത്തിനായി. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ നനക്കുക. വെളിച്ചെണ്ണ ഉണ്ടല്ലേ ഇതേപോലെ വെളിച്ചെണ്ണ നനക്കുക. വെളിച്ചെണ്ണ നനച്ചിട്ടാകുമ്പോൾ വെള്ളം പോയി വെളിച്ചെണ്ണ മറിഞ്ഞു പോയി കുപ്പിയിലാക്കുമ്പോൾ. പോട്ടെ. ഇനിയിപ്പോൾ ഇത് വാങ്ങി വെച്ചു. ഇതിനിപ്പം വാങ്ങി. ഇപ്പോൾ ഇതാണ് വാങ്ങി. പാകമായി. നല്ല കണ്ടീഷനായിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ ഇനിയിപ്പം ഇതിനകത്ത് കുറച്ച് കടുക് ഇടണം. കടുക് ഇട്ടിട്ട് കടുകും കുറച്ച് കരിവേപ്പിലയും ഉണക്കമുളക് ഇല്ല, അതുകൊണ്ട് ഉണക്കമുളക് ഇടുന്നില്ല. ഉണക്കമുളക് ഇട്ടിട്ട് വറുത്ത ടേസ്റ്റ്. ഇനിയിപ്പം തേങ്ങ അരിഞ്ഞിട്ടിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഞാനിപ്പം എടുത്ത് വെച്ചിട്ടില്ല. അത് തേങ്ങ കൊത്ത് അരിഞ്ഞിടാൻ. ഇത് കണ്ടില്ലേ, ഈ തേങ്ങ കൊത്ത് ഇത് മുറിച്ചിട്ടുണ്ട്. ഇത് വറക്കട്ടെ. ഇതും കൂടി വറക്കട്ടെ. തേങ്ങ കൊത്ത് മുറിച്ച് വെച്ചതാണ്. ഇത് കണ്ട. ഇതും കൂടി അതിലിട്ടിട്ട് വറക്കട്ടെ. ഇതും കൂടി ഇതിലിട്ടിട്ട് വറുത്തിട്ട് എടുക്കട്ടെ. നല്ലപോലെ വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ തന്നെ അതിൻ്റെ പ്രധാന കാരണം വെളിച്ചെണ്ണ തന്നെയാണ്. വെളിച്ചെണ്ണ മാത്രമാണ് ഇതിൻ്റെ പ്രധാനമായി. കാര്യമെല്ലാമായി, റെഡിയായി, എല്ലാം റെഡിയായി. ഇനിയിപ്പം ഇതൊരുക്കുക. അതിൽ ലേശം കരിവേപ്പില ഇട്ടു, കടുക് ഇട്ടു, തേങ്ങാക്കൊത്ത് കണ്ടില്ലേ, തേങ്ങാക്കൊത്ത്. ഇത് എല്ലാം കൂടി വറുത്ത് ഇട്ടാൽ നമ്മളെ പരിപാടി തീർന്നു. നല്ല ഉഗ്രം പരിപാടി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാ കുറച്ചും കൂടി ഉപ്പ് വേണോ സംശയമുണ്ട്. കുറച്ചും കൂടി ഉപ്പ് വേണം തോന്നുന്നുണ്ട്. ഇനി ഉപ്പിട്ടാലൊന്നും തിരിയില്ല. ജാസ്തിയായി പോയെങ്കിലും വെച്ചിട്ടാണ് ഉപ്പിടാണ്ട് കുറച്ച് എന്നാലും ഒരുപാട് ഉപ്പിട്ടു. കുറച്ചേ ആക്കിയിട്ടുള്ളൂ. എന്നാലും ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. നല്ല നല്ല ടേസ്റ്റാണ്. ഇത് ചോന്ന് വരുമ്പോൾ ഇത് വറുത്തം കിട്ടുക. അത്രേ ഉള്ളൂ. തേങ്ങാക്കൊത്ത് ചോന്ന് വരണം. ആദ്യം എനിക്ക് തേങ്ങാക്കൊത്തുവിൻ്റെ ഓർമ്മയില്ലായിരുന്നു. തേങ്ങാക്കൊത്തിട്ടാൽ നല്ല രുചിയാണ്. അതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതൊരു നല്ലൊരു മണവും കൂടിയാണ്, നല്ല രുചിയാണ്. ആദ്യം എനിക്ക് അതിൻ്റെ ഓർമ്മയില്ലായിരുന്നു തേങ്ങാക്കൊത്ത് ഇടണം എന്നുള്ള. അദ്ദേഹം പിന്നെ കടുകിട്ട് കടുക് മാറ്റി വെച്ചു. ഇനി കടുക് ഇടണത്രേ ഉണ്ടല്ലേ. ഇതേപോലെ വെച്ച് ഇപ്പം എല്ലാം ആയി. ഞാൻ ഈ പാത്രത്തിലാക്കി ഇതിന് നിങ്ങളെ കാണിക്കാം. കണ്ടില്ലേ, ഇതാ നാരങ്ങക്കറി സൂപ്പറാണ് കേട്ടോ. നല്ല അടിപൊളി നാരങ്ങക്കറിയാണ്. ഇതിപ്പോൾ ഞാൻ കൂട്ടുകറി വെച്ചതായിരുന്നേ. ഇത് ഞാൻ വെക്കുന്നതൊന്നും എടുത്തിട്ടില്ല. ഇത് കൂട്ടുകറി കണ്ട. നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രുചിയുണ്ട്. ഇത് നമുക്ക് വെറുങ്ങനെ ചായക്ക് കടിയായിട്ട് തിന്നാനുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ കണ്ടല്ലോ, ഇതാ ഇതാ ഉണ്ടല്ലേ, ഇതാണ്
അവിടെ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ. ഇതെല്ലാവരും ഇത് പറഞ്ഞിട്ടാണ് നാരങ്ങക്കറീൻ്റെ റെസിപ്പി ഇടുന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വെക്കുന്നത്. നിങ്ങളതുകൊണ്ട് നാരങ്ങ തോല് മാത്രം മതി. എല്ലാവരും ഹെൽപ്പ് ചെയ്യുക. ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ കുറച്ച് ലോങ് ആയിപ്പോയി. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.